അയാൾ പലപ്പോഴും വൈകുന്നേരങ്ങളിൽ വാട്ടർ വർക്സിന്റെ പാർക്കിൽ ചെന്നിരിക്കാറുണ്ടായിരുന്നു, മിക്കവാറും തനിച്ച്. അല്ലെങ്കിൽ ഏറ്റവും ഉറ്റ സ്നേഹിതന്മാരായിരുന്ന രാമചന്ദ്രനോടോ ONVയോടോ ഒത്ത്. രാമചന്ദ്രനും ONVയും ഉണ്ടെങ്കിൽ സായാഹ്നങ്ങൾ സാഹിത്യ സമൃദ്ധമോ കാവ്യസമ്പന്നമോ ആയിത്തീരും. രണ്ടാൾക്കും അതിമനോഹരമായി കവിത ചൊല്ലുവാനാകും. ആ കാവ്യലഹരിയിൽ ലയിച്ചങ്ങനെ കഴിയും. തനിച്ചാണെങ്കിൽ കയ്യിലെ പുസ്തകത്തിലെ 1-2 താളുകൾ മറിയുകയേ വേണ്ടൂ. സ്വന്തം ഭാവനയിൽ മുങ്ങി മയങ്ങി ഏതോ വിദൂര സ്വപ്ന ലോകങ്ങളിൽ അലയും. സ്വന്തം വ്യക്തിജീവിതത്തിന്റെ വ്യാകുലതകളിൽ നിന്നുള്ള വിമോചന യാത്രകൾ, തീർത്ഥാടനങ്ങൾ. എന്തായിരുന്നു ഈ ചെറുപ്പത്തിലെയുള്ള ഈ വ്യാകുലതകൾ? അതിദയനീയമായ ഒരു ബാല്യകാലത്തിന്റെ ദാരുണ വേദനകൾ, കൗമാരത്തിന്റെ കരിഞ്ഞ കിനാവുകൾ, സ്വകാര്യ വിഹലതകൾ, നിഷ്ഫല മോഹങ്ങൾ, അമ്പരപ്പിക്കുന്ന ഇല്ലായ്മകൾ, സ്നേഹശൂന്യതയുടെ വല്ലായ്മകൾ, കൂട്ടുകുടുംബത്തിലെ ആൾക്കൂട്ടത്തിന്റെ നടുവിലെ നിസ്സഹായതകൾ, പാർക്കിന്റെ ചുമന്ന സായാഹ്നത്തിന്റെ വിഷാദപൂരിതമായ ഏകാന്തതയിൽ, സുഹൃത്തുക്കളുടെ കവിതാലാപനത്തിൽ പുസ്തകങ്ങളുടെ താളുകൾ തുറന്നു തന്ന വശ്യവിസ്മൃതിയുടെ ചിരപുരാതനങ്ങളിലോ സ്വന്തം ചുമടുകൾ ഇറക്കി മയങ്ങിക്കിടന്നു.